KFC ഇഷ്ടമല്ലാത്ത ആരാല്ലേ? എന്നാൽ നമുക്കിന്നൊരു ഹോം മെയ്ഡ് KFC ട്രൈ ചെയ്താലോ? നോർമലായിട്ട് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ ചേർക്കുന്ന മസാലകൾ തന്നെ മതി കേട്ടോ. മഞ്ഞൾ, മുളക്, മല്ലി, കാശ്മീരി ചില്ലി, ചിക്കൻ മസാല, ഉപ്പ്, കുറച്ച് പെപ്പർ പൗഡർ, നല്ലോണം മസാലയാക്കി എടുക്കുക. ഇപ്പോൾ ഇത് കണ്ടില്ലേ, ഈ ഒരു കളർ കിട്ടുന്നത് കാശ്മീരി ചില്ലി ചേർത്തുകൊണ്ടാണ്. അതിനകത്ത് കൂടെ നമ്മൾ 2-3 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസുകളിട്ട് നന്നായിട്ട് മാരിനേറ്റ് ചെയ്തെടുക്കുക കേട്ടോ. മസാലയൊക്കെ നല്ലോണം ചിക്കനിൽ പിടിപ്പിച്ച് കുറച്ച് നേരം മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക. നമ്മൾ വലിയ പീസുകളായിട്ടല്ല അരിഞ്ഞേക്കുന്നത്, ചെറിയ ചെറിയ പീസുകളായിട്ടാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നതുകൊണ്ടാണ് അങ്ങനെ. ഇനി നമുക്ക് വേണ്ടത് ഓട്സാണ്. ഞങ്ങളുടെ വൈറ്റ് ഓട്സാണ് എടുത്തേക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഏത് ഓട്സാണോ ആ ഓട്സ് ചേർക്കുക. ഒന്ന് ക്രഷ്ഡ് ആക്കിയിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും. വൈറ്റ് ഓട്സ് ഓൾറെഡി ചെറിയ ചെറിയ പീസ് ആയതുകൊണ്ട് ഞങ്ങൾ പിന്നെ ക്രഷ് ചെയ്യുന്നില്ല. ഇനി വേണ്ടത് 2 എഗ്ഗാണ്. 2 മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്ത് വയ്ക്കുക. നമ്മൾ പ്രോസസ്സ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിക്കൻ മുട്ടയിൽ മുക്കി പിന്നെ എന്ത് ചെയ്യും, ഓട്സിനകത്ത് ഒന്ന് ഫുള്ള് ഓട്സ് മൊത്തത്തിൽ ഒന്ന് കവർ ചെയ്തിട്ട് നമ്മൾ ഫ്രൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓരോ പീസ് എടുത്തിട്ട് ഇങ്ങനെ എഗ്ഗിൽ റോൾ ചെയ്ത് എടുത്തതിന് ശേഷം അത് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഓട്സിനകത്തേക്ക് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ എല്ലാ ചിക്കനും നമ്മൾ ഓട്സിനകത്തൊക്കെ കവർ ചെയ്തെടുത്തു. ഇനി നമുക്ക് ഫ്രൈ ചെയ്യാം. നമ്മൾ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എണ്ണ നന്നായിട്ട് തിളച്ച് വരുമ്പോൾ അതിനകത്തേക്ക് ഓരോരോ ചിക്കനായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ചെറിയ പീസുകളായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും, ഫ്രൈ ആയിട്ട് കിട്ടും. നമുക്കൊന്ന് ഇളക്കിയിടാൻ പാകത്തിന് വേണം ചിക്കൻ ഇട്ട് കൊടുക്കാൻ. ഫുൾ കൺജസ്റ്റഡ് ആവുന്ന രീതിയിൽ ഇടരുത്, ചെറിയൊരു ഭാഗം ബാക്കിയാണ്. 2-3 പ്രാവശ്യമായിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. നിങ്ങളുടെ പാനിൻ്റെ വലുപ്പത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം. ഒരു സൈഡ് ഫ്രൈ ആയി, അപ്പോൾ അടുത്ത സൈഡിലേക്ക് മറിച്ചിട്ടേക്കാണ്. കാണുമ്പോൾ തന്നെ ഒരു KFCൻ്റെ ലുക്കൊക്കെ വന്നിട്ടുണ്ട്. മെയിനായിട്ട് ആ ഓട്സ് ചേർത്തുകൊണ്ടാണ് ആ ഒരു ക്രിസ്പിനെസ് ആയിട്ടുള്ള ലുക്ക് നമുക്ക് കിട്ടുന്നത്. കഴിച്ച് നോക്കിയിട്ട് നമുക്ക് പറയാം എങ്ങനെ ക്രിസ്പിനെസ് ഉണ്ടോ ഇല്ലയോ എന്ന്. കണ്ടിട്ട് KFC ലുക്ക് തന്നെ ഉണ്ട്, പക്ഷെ നമ്മൾ ഡയറക്റ്റ് പോയി വാങ്ങുന്ന ആ ടേസ്റ്റ് ഉണ്ടാവില്ല. ഇത് നമ്മുടെ ഒരു നാടൻ KFC. 2-3 പ്രാവശ്യമായിട്ട് നമ്മൾ ചിക്കനൊക്കെ ഫ്രൈ ചെയ്തെടുത്തു. അങ്ങനെ ചിക്കനൊക്കെ റെഡിയാണ്. നമ്മുടെ ഹോം മെയ്ഡ് ക്രിസ്പി ഫ്രൈഡ് ചിക്കൻ സൂപ്പറായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമല്ലോ. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്.